ഹലോ കൂട്ടുകാരെ, ഇന്നിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ മണിക്കുട്ടനെ കുറിച്ചാണ്. മണിക്കുട്ടൻ മരണപ്പെട്ടു പോയി. 6 മാസത്തിന് മുമ്പ് മണിക്കുട്ടൻ്റെ വീഡിയോ യഥാർത്ഥത്തിൽ ഞാൻ ഇട്ടിരുന്നു. അവൻ്റെ വീഡിയോ അവനെ കാണിച്ച് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഈ 3 വർഷം നമ്മളോടൊപ്പം അവൻ ജീവിച്ചു. അപ്പോൾ ഇപ്പോൾ മരണപ്പെട്ടു പോയി. ജൂൺ 5-ാം തീയതി അവൻ മരണപ്പെട്ടു പോയി. ജൂൺ 6-ാം തീയതി അവൻ്റെ അനിയൻ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ ഈ ഇടക്കാലത്ത് വെച്ച് ഇവിടെയുള്ള പൂച്ചകളൊക്കെ ഒരുപാട് ചത്തുപോയി എന്ന് പറഞ്ഞാൽ പൂച്ചകളൊക്കെ മരണപ്പെട്ടു പോയി. അസുഖങ്ങൾ വന്ന് ജൂണിൽ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, തണുപ്പടിച്ച് കുറേ പൂച്ചകളൊക്കെ പിന്നെ ബാക്കിയുള്ള ഇവന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല, ഓടിച്ചാടി കളിച്ചിരുന്നവനാണ്. അപ്പോൾ ജൂൺ 1-ാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വണ്ടിനെയും ഈ പോച്ചകളൊക്കെ കിടന്ന വണ്ടും ഈ പക്കികളൊക്കെ കിടക്കുന്നെങ്കിൽ അതൊക്കെ പിടിക്കാനും എടുക്കാനും ഒക്കെ പോകും. പിന്നെ പാറ്റ, പിന്നെ വീട്ടിൽ തന്നെ ഒരു പാറ്റയും ചെലന്തിയോ പിന്നെ നരിച്ചിലിയോ അങ്ങനെയുള്ള ഒന്നും പല്ലി പോലും കാണത്തില്ല ഈ വീട്ടിൽ. അവൻ എല്ലാത്തിനെയും കൊന്നിടും. പക്ഷെ ഇവരിത് തിന്നത്തില്ല, എല്ലാത്തിനെയും കൊന്നിടും. അപ്പോൾ അവനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇടണം എന്ന് ഞാൻ വിചാരിച്ചു. അവൻ മരണപ്പെട്ടു പോയ കാര്യം പറയണമല്ലോ, നിങ്ങളൊക്കെ അറിയണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഇവൻ മരണപ്പെട്ടു പോയത് കാരണം എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ വീട്ടിൽ ഭയങ്കര സ്നേഹമാണ് അവന്. വീട്ടിൽ എന്ത് വേവിച്ച് വെച്ചാലും ഊട്ടിക്കുകയോ കടക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ അവൻ ചോദിച്ചു വാങ്ങിയാണ് കഴിക്കുന്നത്. ഇതൊരു ഉമ്മ തരും. അതുപോലെ എൻ്റെ അടുത്താ വന്ന് കിടക്കുക. അവൻ്റെ വാല് കൊണ്ട് എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമെങ്കിൽ ടൂണാക്കി വാലാട്ടി തരും. വാലാട്ടും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവന്. അതുപോലെ തന്നെ ഞാൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അവനെ മനസ്സിലാക്കിയില്ല എങ്കിൽ വന്ന് കിടന്ന് എന്നെ മാന്തി വിളിക്കും, അമ്മ ഞാൻ വന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് ഉറങ്ങും. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ എൻ്റെ മടിയിൽ കയറി ഇരിക്കും. പക്ഷെ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ മടിയിൽ കയറി ഇരിക്കണം. എവിടെ പോയിട്ട് വന്നാലും ഒരു പൊടി കൊച്ചുങ്ങളെ പോലെയാണ്. ഭയങ്കര സ്നേഹമാണ്, പാവമാണ് എൻ്റെ കുട്ടി. പക്ഷെ കൊച്ചുനാളിൽ ഞാൻ വയ്യാത്തൊരു കൊച്ചൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ചാലും ഞാൻ മരുന്നൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അത് കാരണം ഈ ജൂൺ 1-ാം തീയതി അവ ഇറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി ഒരു 11 മണിയായപ്പോൾ കയറി വന്നപ്പോൾ നമ്മൾ കതവൊക്കെ അടച്ച് നമ്മൾ ഉറക്കമാവാൻ പോകുന്നു. അപ്പോൾ കിടന്നപ്പോൾ കാണാൻ വന്ന് കിടന്ന് വിളിക്കുന്നു. വെളിയിൽ വന്നല്ലോ, മനുഷ്യർ വന്ന് വിളിക്കില്ല, അതേ കണക്ക് വന്ന് കിടന്ന് വിളിക്കുകയായിരുന്നു. ഞാൻ പിന്നെ കതവ് തുറന്നു കൊടുത്തപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നവനാണ്. പക്ഷേ എൻ്റെ അടുത്തും വന്നില്ല, മുറിവ് കിടക്കുന്നു. അപ്പോൾ ആരോ പട്ടിയിൽ വെച്ച് അടിച്ചതുപോലെ ഒരു മുറിവായിരുന്നു. ഞാൻ നേരം വെളുക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെന്താ എൻ്റെ അടുത്ത് വന്ന് കിടക്കാത്തതെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ മുറിയിൽ പോയി കിടന്നുറങ്ങിയിട്ട് അവൻ രാവിലെ നോക്കിയപ്പോൾ നമ്മൾ വിറവിടുന്നതിൻ്റെ തട്ടിൻ്റെ അടിയിലിരുന്ന് ഞാൻ വലിച്ച് പിടിച്ച് മുറിവ് മരുന്ന് വയ്ക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്ന് മുറിവിൽ മരുന്ന് വെച്ച് കൊടുത്ത്. അപ്പോൾ 3-4 ദിവസം മരുന്നൊക്കെ വെച്ച് കൊടുത്ത് മുറിവ് പൊറുക്കാറായപ്പോഴാണ് ഈ ഛർദിലും വയറിളക്കവും വരുന്നത്. പിന്നെ അവൻ ആഹാരം കഴിക്കാതെയായി. അങ്ങനെ ആയപ്പോൾ പനി അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പനി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ അസുഖം ഇങ്ങനെ വന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് ചോദിച്ചപ്പോൾ മെഡിക്കൽ സ്റ്റോറിലെ ആൾ മരുന്ന് തന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മൃഗാശുപത്രി കൊണ്ടുപോവുക, ഡോക്ടറെ കാണിച്ച്. ഇപ്പോൾ ഉള്ള പൂച്ചകളെല്ലാം ചത്തുപോവുകയാണ് ഈ അസുഖം വന്ന്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ടുവന്നാൽ മരുന്ന് തരാമെന്ന് മെഡിക്കൽ സ്റ്റോറുകാരൻ പറഞ്ഞു. അപ്പോഴേ അയാൾ പറഞ്ഞു, ഇപ്പോൾ ഉള്ള പൂച്ചയ്ക്കുള്ള അസുഖം എന്ന് പറഞ്ഞാൽ പാനിയ എന്ന് പറയുന്ന അസുഖമാണ്. അപ്പോൾ ഈ എല്ലാ പൂച്ചകൾക്കും പിടിപെടുന്നുണ്ട് ഈ അസുഖം. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വളർത്താറുള്ളത്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മണിക്കുട്ടൻ മരണപ്പെട്ടു പോയി. ഇപ്പം നിങ്ങളെ പൂച്ചയെങ്കിലും ജീവനോടെ ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം. പക്ഷേ എനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ കാര്യം ഇവന് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇവന് മനുഷ്യരെ കണ്ടിട്ട് വേറെ പുറത്തുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവ ഓടിക്കളയും, ഇവനെ പിടിച്ചുകൊണ്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ നമ്മളുമായിട്ട് മാത്രമേ ഇവന് ഇണക്കമുള്ളൂ. അപ്പം മൃഗാശുപത്രി കൊണ്ടുപോയി കഴിയുമ്പം നമ്മൾ മാന്തുക, കടിക്കുക, ഇതൊക്കെ മാത്രമാണ് അവന് ശീലം. അപ്പം അതുകൊണ്ട് ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴേ ഈ മരുന്നോ ഇഞ്ചക്ഷനോ സിറിഞ്ചോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മരുന്ന് കുപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവ അപ്പോൾ ഓടിക്കളയും. ഇവിടെ തന്നെ ഞാൻ മരുന്ന് കുപ്പിയിൽ ഇരുന്ന മരുന്നൊക്കെ ഞാൻ കൊടുത്തു നോക്കി. ഇവന് ദഹനത്തിൻ്റെ മരുന്ന് കൊടുത്തു നോക്കി, ലിവർ ടോണിക്ക് കൊടുത്തു നോക്കി, പിന്നെ എരിയിളക്കുന്ന മരുന്ന് കൊടുത്തു നോക്കി. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, വോമിറ്റ് ചെയ്യുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തു നോക്കിയത്. അപ്പോൾ ഇതിനൊന്നും മരുന്ന് കൊടുത്തിട്ട് ഏറ്റില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവ മരണപ്പെട്ടു പോയി. ഈ അസുഖം മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പം ജൂൺ 5-ാം തീയതി രാത്രി 12 മണിയായപ്പോൾ എൻ്റെ ഇത്തിരി വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് എൻ്റെ കയ്യിൽ കിടന്ന് കണ്ണ് തുറന്ന് നോക്കി കിടന്ന്. ഇങ്ങനെ കുറേ നേരം കിടന്നിട്ട് അങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ടെടുത്ത് കിടത്തി.
കിടത്തിയിട്ട് ഞാനങ്ങ് കിടന്നു. അപ്പം രാത്രി ഒരു 12 മണി 1 മണിയൊക്കെ ആയപ്പം അവൻ മരണപ്പെട്ടു. പിന്നെ രാവിലെ നേരം വെളുത്ത് എണീച്ചപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞ കാര്യം ശരീരമൊക്കെ പെരുവി തണുത്ത് വിറച്ച് കിടക്കുന്നു. അപ്പോൾ അവന് ക്ഷീണത്തിന് ഗ്ലൂക്കോസ് കൊടുത്തിരുന്നു. അപ്പോഴീ പനിയുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മരുന്ന് കൊടുത്ത് എല്ലാം നോക്കിയപ്പോൾ ഈ അസുഖം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ പാൻകോ പാനിയ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ പൂച്ചകളായാലും പട്ടികളായാലും രക്ഷപ്പെടില്ല. അവർക്ക് എത്ര മരുന്ന് കൊടുത്താലും അവർ രക്ഷപ്പെടത്തില്ല, മരണപ്പെട്ടു പോകണം, അസുഖമാണെന്ന് പറയും. അപ്പോൾ പനി ഉണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പേ ഇതിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അസുഖം മാറി നമ്മൾ പൂച്ചയെ രക്ഷപ്പെടുത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എൻ്റെ മണിക്കുട്ടൻ പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒരു എന്താ പറയുക, വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥ പോലും അല്ലായിരുന്നു. എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. കരഞ്ഞും സങ്കടപ്പെട്ടും ആ ജൂൺ 30 വരെ എനിക്കങ്ങ് വലിയ സങ്കടവും വിഷമമായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. ചിന്തിക്കുമ്പോൾ ഞാൻ രാത്രി കിടക്കാൻ സമയത്ത് പായൊക്കെ വിരിച്ച് കിടക്കാൻ നേരത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്താ പറയുക, അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ അടുത്ത വർഷം ജൂൺ 5-ാം തീയതി ആകുമ്പോൾ അവന് പൂവിടണം, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് അവന് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കൊടുക്കണം. അതുപോലെ നമ്മളെ ഒരു പട്ടി മരിച്ചിരുന്നു, അവന് ഏപ്രിൽ 22 അപ്പോൾ ഞാൻ എല്ലാ വർഷവും അവന് വേണ്ടിയിട്ട് ഏപ്രിൽ 22 ആകുമ്പോൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ ചായയൊക്കെ കൊണ്ട് കൊടുത്ത് പൂവൊക്കെ കൊണ്ടിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ജൂൺ 5-ാം തീയതി ആകുമ്പോൾ 1 വർഷമാവും. അപ്പോൾ ഇവന് വേണ്ടി അതേപോലെ പൂവൊക്കെ ഇട്ട് അവൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കൊടുത്ത് പൂവൊക്കെ കൊണ്ടിട്ട് അവന് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാനായി? ഇനിയിപ്പോൾ തിരിച്ചു വരില്ലല്ലോ മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ നമുക്ക് സ്നേഹം തരത്തില്ല. നമ്മൾ വീട്ടിലൊരു പിണ്ടാപ്രാണി, ഒരു പട്ടിയോ ഒരു പൂച്ചയോ വളർത്തി കഴിഞ്ഞാൽ 50% നമ്മൾ അങ്ങോട്ട് കൊടുത്താലും 100% അവർ ഇങ്ങോട്ട് തരും. മനുഷ്യരങ്ങനെയല്ല. നമ്മളെ കുത്തി നോവിക്കുക, മനസ്സിൽ ചവിട്ടി തേക്കുക, നമ്മളെ വേദനിപ്പിക്കുക, നമ്മളെ സങ്കടപ്പെടുത്തുക, അവർ ചെയ്യാനുള്ള മൊത്തം ചെയ്യും. എന്നിട്ട് പോലും നമ്മളങ്ങോട്ട് അവർക്ക് എന്ത് കൊടുത്താലും എന്ത് സ്നേഹിച്ചാലും നമുക്ക് തിരിച്ചവർ തരില്ല ആ സ്നേഹം. അതുപോലെ മിണ്ടാപ്രാണിയെ സ്നേഹിച്ചാൽ നമുക്ക് ആ സ്നേഹം തരും. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഈ പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ലാസ്റ്റ് മരണപ്പെട്ടു പോയി കഴിയുമ്പോൾ ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല തിരിച്ച്. അതുപോലെ നിങ്ങൾ ഇതുപോലെയൊക്കെ നിങ്ങൾ അതിനെയൊക്കെ സ്നേഹിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ വിഷമിക്കേണ്ടി വരില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് അവനൊരു 4 വരി ഞാനൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, ഒരു കവിത ഞാൻ എഴുതി. അപ്പോൾ അത് നിങ്ങൾ കേൾക്കണം. ആ കവിത പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. ജന്മജന്മാന്തരങ്ങളിൽ വന്ന മകനായി സങ്കടക്കടലായി മാറി, മനസ്സിനു വേദനയായി മാറി, മകനെയോർത്തു കണ്ണീരിലായ ജന്മം യാത്ര പറയാതെ പോയി, ജീവന്റെ ജീവനായി സ്നേഹിച്ചു പോയി. ഇനിയൊരു ജന്മം കൂടി അവൻ വന്നെങ്കിലെന്നാഗ്രഹിച്ചു പോയി. നഷ്ടങ്ങളായി പോയി, മനസ്സിൽ നിന്ന് മായാത്ത ഓർമ്മകളായി മാറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കവിത ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.